അല്ല, അത് അവരുടെ പാർട്ടിയുടെ നിർദ്ദേശമല്ലേ. പാർട്ടി സെക്രട്ടറി പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സഖാക്കളിൽ അത് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ. അത് ആ അർത്ഥത്തിലേ ഞാൻ കാണുന്നുള്ളൂ. അത് അവരൊക്കെ ഈ പറഞ്ഞതുപോലെ അവരുടെയൊക്കെ മനസ്സ് ഈ പറയുന്നത് ശരിയാണ്. അതിലൊരാൾ പോലും ഉണ്ടാവില്ല. അപ്പോൾ അതിൽ എന്നോട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇന്നലെയും കൂടി സംസാരിച്ചിട്ടുണ്ടല്ലോ. ഇന്നലെ 4:30 മണിക്ക് ഞാൻ പത്രസമ്മേളനം നടത്തുമ്പോൾ ആ ജാഥയിൽ നിൽക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവർ ഇന്നലെയും കൂടി എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്താ എന്നോട് പറഞ്ഞതെന്ന് എനിക്കറിയാലോ. അപ്പോൾ അത് അവർ നിർബന്ധിത സാഹചര്യത്തിൽ അവർക്കതെല്ലാം മാർഗം. അതിന് ഒരു കുറ്റം പറയണ്ട. പലരും എന്നെ വിളിച്ചു ഇതുമായി ബന്ധപ്പെട്ടിട്ട്. ഞാൻ പറഞ്ഞ ഒന്നും പറഞ്ഞു പഴുത് പാവപ്പെട്ട സഖാക്കളാണ്. അവർക്ക് നിവൃത്തിയോടെ അവരുടെ മനസ്സ് നമ്മുടെ കൂടെയാണ്. അത് മതി. അവരുടെ ശരീരം നമ്മുടെ കൂടെ അല്ലാത്തത്. അതുകൊണ്ട് അവർ പ്രതിഷേധിക്കട്ടെ. അത് ആ കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. അതൊക്കെ ആ സ്പിരിറ്റിൽ തന്നെ ഞാൻ എടുക്കുക. ഇപ്പം അത് കത്തിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പറയാം, കോലം. അതാ MLA കോലം വരെ കത്തിച്ചിട്ടുണ്ട്. ആ കത്തിക്കണ പാവപ്പെട്ട നമ്മളെ പാർട്ടിയുടെ LC സെക്രട്ടറി അരിയേട്ടൻ. എന്താ സാധു എന്ത് ചെയ്യാനാ. ഇന്നലെ വൈകുന്നേരം 3 മണിക്ക് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൻ്റെ അവിടെ ചായ കുടിച്ച് ഈ കാര്യം പറഞ്ഞ് ഞാൻ പോന്നിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, അരിയേട്ടാ ചിലപ്പോൾ നമ്മൾ ലാസ്റ്റ് ചായ ആവട്ടോ എന്ന്. അല്ല, എനിക്കറിയാതെ ഏത് ആംഗിളിലേക്കാണ് പോകുന്നതെന്നുള്ളത്. അല്ല, അതൊന്നും സാരമില്ല.